4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു നീണ്ട ഇടവേള മമ്മൂക്കയ്ക്ക് ഈ ഒരു അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. കൊറോണയുടെ ആ ഒരു പീക്ക് ടൈമിൽ മമ്മൂക്ക 8 മാസത്തോളം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നീണ്ട ഒരു ഗ്യാപ്പ് മമ്മൂക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നീണ്ടുപോയതും ചില പ്രോജക്റ്റുകൾ മാറിപ്പോയതൊക്കെയാണ് ചിത്രത്തിന് ഇത്രയും വലിയ ഗ്യാപ്പ് മമ്മൂക്കയ്ക്ക് സംഭവിക്കാനുള്ള പ്രധാന കാരണം. മമ്മൂക്കയും ഗൗതം വാസുദേവ് മേനോനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂലൈ 8-ാം തീയതി പൂജയോടൊപ്പം തുടങ്ങുകയാണ്. ഇത് മലയാളം, തമിഴ് എന്നീ 2 ഭാഷകളിൽ ഒരുങ്ങുന്ന പ്രോജക്റ്റ് ആണ്. ചിത്രത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ത്രില്ലർ കുറ്റാന്വേഷണ ഒരു സബ്ജക്റ്റ് ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ് എത്തുന്നത്. അത്യാവശ്യം ബഡ്ജറ്റിൽ ഹെവി താരങ്ങളെ നിലനിർത്തിക്കൊണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രം. ടർബോ എന്ന ചിത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് GVM മമ്മൂക്ക കൈകോർക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. 35 കോടിയോളമായിരുന്നു ടർബോ എന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ്. അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് മമ്മൂക്കയുടെ GVM മൂവി എത്തുക. ആരൊക്കെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു? ജസ്റ്റ് കമന്റ്.